പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബബിതയാണെങ്കിൽ അലീനയോട് പറയുകയാണ്, കൃഷ്ണമോള് ബാലേന്ദ്രനെ വിളിച്ചുകൊണ്ട് വന്നല്ലോ, അപ്പോൾ പറയുകയാണ് അവൾ കാഴ്ച കാണാൻ കൊണ്ടുവന്നിരിക്കുകയാണ്, ഞാനെന്താ പൊട്ടിയാണല്ലോ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിൽ ബബിതയുടെ കവിളിൽ ഇങ്ങനെ നുള്ളുകയാണല്ലോ. അപ്പോൾ അലീനയുടെ കൈ തട്ടി മാറ്റിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ സുഖമില്ലാതെ കിടക്കില്ലേ എന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെ ഗോഷ്ടി കാണിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ തട്ടി മാറ്റും കേട്ടോ. അലീനയാണെങ്കിൽ വീണ്ടും അതന്നെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഡൈനിങ് ടേബിളിൻ്റെ അവിടേക്ക് വരുമ്പോഴേക്കും കൃഷ്ണ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റും അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം ഡൈനിങ് ടേബിളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബബിത പറയും, അവിടെ ഉണ്ടാക്കി വെച്ചതെല്ലാം എടുത്തു നോക്കിയപ്പോൾ എൻ്റെ കണ്ണിൽ കണ്ടതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ ഇഞ്ചിക്കറി എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അത് കൃഷ്ണമോൾ കണ്ടിട്ടില്ലായിരുന്നേ. അപ്പോൾ നിനക്ക് എന്താ കണ്ണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ പോയിട്ട് എടുത്തു കൊണ്ടുവരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് കേട്ടോ. അപ്പോൾ ഇഞ്ചിക്കറി എന്ന് പറയുമ്പോൾ 32 പല്ലും കാണാമല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ ഇഞ്ചിക്കറിന്ന് 32 പല്ല് കാണാതെ എങ്ങനെ പറയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രനും പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ബബിതയാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ് കേട്ടോ, ഇഞ്ചിക്കറി എടുത്ത് കൊണ്ടുവയ്ക്കാത്തതിന്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛൻ ഞാനല്ലേ ഈ പ്ലേറ്റിൽ എവിടെ കഴുകി കൊണ്ടുവച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണെന്ന് പറയും. അപ്പം ബബിത ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ഇവിടെ വെറുതെ നിൽക്കുകയായിരുന്നോ, ഞാൻ പിന്നെ രോഗിക്ക് ഫുഡ് കൊടുക്കണ്ടേ എന്നൊക്കെ പറയാണ്ട്, എന്നിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കും. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, സെൽഫ് സർവീസാണ് കേട്ടോ, ആരും വിളമ്പി തരാനൊന്നും പറയരുത്, സ്വയം എടുത്ത് കഴിച്ചോണമെന്ന് പറയും. എന്നിട്ട് പിന്നീട് അവരെല്ലാവരും ഒറ്റയ്ക്ക് തന്നെ എടുത്ത് കഴിക്കുകയാണ്. ഇപ്പം ബാലേന്ദ്രനും കഴിക്കുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ എന്നോടൊന്നും ചോദിക്കാത്തത്, ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്, അതൊന്നും ചോദിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതൊക്കെ നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കിയത്, അപ്പോൾ കഴിച്ചിട്ടും ഒന്നും പറയുന്നില്ലല്ലോ എന്ന് ബാലേന്ദ്രനോട് പറയുമ്പോൾ, അപ്പോൾ ഞാൻ പറയണോ എന്ന് ചോദിക്കും. പറയണമെന്ന് പറയും കേട്ടോ ബബിത. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു, നല്ലതാണെന്ന് പറയാനുള്ള ഒരു വാക്ക് പറയാനുള്ള മടി കൊണ്ട് എസ്കേപ്പ് ആവുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാന്ന് ബബിത പറയുമ്പോൾ, നന്നായിട്ടുണ്ട് മോളെ, അല്ലെങ്കിൽ ഞാൻ ഇതിങ്ങനെ ഇരുന്ന് കഴിക്കില്ലല്ലോ, അത് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ തന്നെ കണ്ടാൽ അറിഞ്ഞൂടെ നന്നായിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ ഞാൻ കൈയിട്ട് ഓടിച്ചിട്ട് ഇവിടുന്ന് എണീറ്റ് പോയില്ലേ എന്ന് പറയും. അപ്പോൾ ബബിതയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അവർ 3 പേരും കൂടെ ഇങ്ങനെ കൈ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരാ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ 3 പേരും കൂടെയാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രോഹിത് തേങ്ങയൊക്കെ ചിരകി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒരുമിച്ച് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അവർ സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടീനെയാണ്. രേവതിക്കുട്ടി അലീനേനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയുടെ സ്വരമൊക്കെ അടഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ സ്വരം എന്താ അടഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ വൈറൽ ഫീവർ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ മുതലേ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല, ഇപ്പോൾ ആകെ കിടപ്പിലായി എന്ന് പറയുകയാണ്. അപ്പോൾ രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൂടായിരുന്നോ, നല്ല സ്നേഹമുള്ള ഒരു അച്ഛനുണ്ടല്ലോ, എന്നിട്ട് വീട്ടിൽ കിടത്തിയിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, മരുന്ന് തരും, പിന്നീട് ഇവിടെ ആകുമ്പോൾ കുട്ടികളെ കണ്ട് കിടക്കാമല്ലോ എന്നാണ് കേട്ടോ അലീന പറയുന്നത്. അപ്പോൾ അമ്മച്ചിക്ക് എത്ര കുട്ടികളുണ്ടെന്ന് കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് കൃഷ്ണ മാത്രമേ ഉള്ളൂ, കൃഷ്ണ രാവിലെ സ്കൂളിലേക്ക് പോവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അപ്പോൾ കൃഷ്ണനെയും കാട്ടി കൂടുതൽ ഇപ്പോൾ കെയർ ചെയ്യുന്നത് ബബിതയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ രേവതിക്കുട്ടിയും അത് വലിയൊരു അത്ഭുതമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് രോഹിത് ആണെങ്കിലും ഇപ്പോൾ അലീന പറഞ്ഞതെല്ലാം കേൾക്കുമല്ലോ, രോഹിത്തിൻ്റെ കാര്യമൊക്കെ നേരത്തെ രേവതിക്കുട്ടിനോട് പറഞ്ഞിട്ടില്ലേ എന്നുള്ള കാര്യം അലീന ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാഡത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് മാഡം അവിടെ ഇല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറയൂ കേട്ടോ അലീനയാണെങ്കിലും. മാഡത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും വാശി തന്നെയാണ്. അലീന പറയുന്നുണ്ടായിരുന്നു, ഇത്രയും വാശിയുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് പറയുകയാണ്, എന്നാലും എനിക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്, ഇപ്പോൾ ബബിതയും രോഹിത്തും ഒക്കെ എൻ്റെ കൂടെ ആയില്ലേ, മാഡം ഒറ്റയ്ക്കായി, അപ്പോൾ എനിക്ക് മാഡത്തിലും ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു പ്രതീക്ഷയില്ല, മാഡം അങ്ങനെ മാറണമെങ്കിൽ ബോംബ് പൊട്ടണം എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇവിടുന്ന് പോവും എന്നാണ് പറയുന്നത്. അപ്പോൾ ചേച്ചി എവിടേക്ക് പോകുമെന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ, എവിടേക്കെങ്കിലും പോവും, ഇപ്പം എനിക്ക് ഒരുപാട് പേര് എന്നെ സഹായിക്കാനുണ്ടല്ലോ റിലേറ്റീവ്സ് ആയിട്ട്, പക്ഷേ അവരുടെ സഹായം ഒന്നും ഞാൻ സ്വീകരിക്കില്ല, ഒരു തിരിച്ചു വരാത്ത വിധത്തിലുള്ളൊരു പോക്കായിരിക്കും പോവാന്ന് പറയുമ്പോൾ, ചേച്ചി ഇങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. പിന്നീട് കുറച്ച് സംസാരിച്ച് കഴിയുമ്പോഴേക്കും തന്നെ അലീന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇത്രയും സംസാരിച്ചപ്പോൾ തന്നെ ആകെ തളരുന്ന പോലെ തോന്നുകയാണ് എന്ന് പറയുമ്പോൾ, എന്നാൽ ചേച്ചി വെച്ചോ, ഞാൻ നാളെ വിളിക്കാമെന്ന് പറയട്ടോ. പിന്നീട് മാമച്ചായൻ്റെ കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്, മാമച്ചായൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മരുന്നൊക്കെ ഉണ്ടല്ലോ. പിന്നീട് മാമച്ചായൻ്റെ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ രേവതിക്കുട്ടിയാണല്ലോ നോക്കുന്നത്, അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നോക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ആൻറ്റീനോട് അന്വേഷണം പറയണേന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അലീന കോള് കട്ട് ചെയ്യുന്നത്.
അത് കഴിഞ്ഞ് പിന്നീട് മാമച്ചായനാണെങ്കിൽ നടക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ നടന്നിട്ട് വരുമ്പോൾ രേസമ്മ ചോദിക്കുന്നുണ്ട് എന്താ ഇത്രയും ലേറ്റ് ആയതെന്ന്. അപ്പോൾ ജോസൂട്ടി സിനിമ കഴിഞ്ഞ് വന്നിട്ടുണ്ട്, അതിൻ്റെ കഥ കേട്ട് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് മാമച്ചായൻ അവിടെ സെറ്റിയിലിരിക്കും കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഗ്രേസമ്മേ, എനിക്കും നിനക്കും ഒരേ അസുഖങ്ങളാണുള്ളത്, പക്ഷേ എനിക്ക് മാത്രമേ എക്സസൈസൊക്കെ ഉള്ളൂ, ഈ നടത്തൊക്കെ ഉള്ളൂ, അതെന്താ അങ്ങനെയെന്ന് ചോദിക്കും കേട്ടോ. പിന്നെ കൂടുതലായിട്ടുള്ളത് ഹാർട്ടിൻ്റെ കാര്യമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഗ്രേസമ്മയാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ എടുത്ത് പറയാൻ കേട്ടോ. ഭക്ഷണം കഴിച്ച പ്ലേറ്റ് ആ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുവയ്ക്കുകയോ ഇല്ല അടുക്കളയിൽ സഹായിക്കുകയോ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോൾ മാമച്ചായൻ അതൊന്നും ചെയ്യാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മാമച്ചായന് എക്സസൈസ് കൊടുത്തിട്ടില്ലേ. അപ്പോൾ അത് കേട്ടുകൊണ്ട് രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ, ഞാൻ തീർത്ത് തരണമെന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ വേണ്ടാന്ന് പറയും. പിന്നീട് രേവതിക്കുട്ടി അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഗ്രേസമ്മയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഇരിപ്പ് എന്ന് പറയുമ്പോൾ, എന്താ എനിക്കിവിടെ വന്നിരിക്കാൻ പാടില്ലേ, എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എവിടെ ഇരുന്നാലും എൻ്റെ കാര്യങ്ങൾ എന്തായാലും സാധിച്ചെടുക്കും എന്നാണ് രേവതിക്കുട്ടി പറയുന്നത്. അല്ലേ അച്ഛനങ്കിളെന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ വന്നിരുന്നത് എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനാണെന്ന് മാമച്ചായൻ പറയുമ്പോൾ രേവതിക്കുട്ടി പറയാണ്, അതെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് പറയും. അപ്പോൾ എന്താണെന്ന് നോക്കിയോട്ടെ ഗ്രേസമ്മ. അപ്പോൾ അലീനയ്ക്ക് പനിയാണ്, ഒന്ന് കാണാൻ പോയാലോ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിനെന്താ നാളെ മറ്റന്നാളെ പോയേക്കാന്ന് മാമച്ചായൻ അങ്ങ് സമ്മതിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, കണ്ടിട്ട് വന്നാലും ഒരു സമാധാനമാവും എന്ന് പറയാനായിട്ട്. അപ്പോൾ ആർക്കെന്ന് ചോദിക്കുന്നുണ്ട് ഗ്രേസമ്മ. അപ്പോൾ എനിക്കും അലീന ചേച്ചിക്കെന്ന് പറയും. അപ്പോൾ നിനക്കല്ലേടി അലീനയുടെ പേര് നീ വെറുതെ പറയുന്നല്ലേ, അലീന നിന്നോട് അങ്ങോട്ടേക്ക് വരണ്ടെന്നല്ലേ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഒരു രോഗി പറയുന്നതായിട്ട് കൂട്ടിയാൽ പോരെ എന്നായിട്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും നാളെ മറ്റന്നാളോ പോവാമെന്ന് പറയും. എന്നാൽ ഞാൻ പിന്നെ ബാക്കിയുള്ള ജോലിയും കൂടെ തീർത്തിട്ട് വരാം, അപ്പോഴേക്ക് 2 റൂമിൽ കയറിക്കോണം എന്ന് പറഞ്ഞിട്ടാണ് രേവതിക്കുട്ടി അവിടുന്ന് പോകുന്നത്. പോകാനായിട്ട് അങ്ങ് തുടങ്ങിയിട്ട് പിന്നീട് തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ആ ടോണി ചായനെ ഒന്ന് വിളിച്ച് നോക്കണ്ടേന്ന് പറയും. അപ്പോൾ മാമച്ചായൻ പറയുകയാണ്, വിളിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അയാൾ ഇവിടെ വന്നിട്ട് പോയത് എങ്ങനെയാണെന്ന് അറിയാലോ, നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടല്ലേ പോയതെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, ശരിയാണ്, നമ്മുടെ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ അപ്പോൾ ടോണി ചായൻ അങ്ങനെ തോന്നിക്കാണും, എന്നാലും നമ്മളൊന്ന് വിളിച്ച് അന്വേഷിക്കണ്ടേ എന്നൊക്കെയാണ് കേട്ടോ രേവതിക്കുട്ടി പറയുന്നത്. അപ്പോൾ ഗ്രേസമ്മയും പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, അപ്പോഴത്തെ അതിൽ അങ്ങ് പറഞ്ഞു പോയതായിരിക്കും, എന്നാലും നമ്മൾ ഒന്ന് വിളിച്ച് അന്വേഷിക്കേണ്ട മാമച്ചായ ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതെന്ന് പറയുമ്പോൾ മാമച്ചായനും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ വിളിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് രേവതിക്കുട്ടി അവിടെ നിന്ന് അങ്ങ് പോവും. അത് കഴിഞ്ഞ് പിന്നീട് മാമച്ചായൻ ഗ്രേസമ്മേനോട് പറയാണ്, നാളെ ആ ന്യൂസ് ഒന്ന് ഇട്ടേക്ക്, നാളെയല്ലേ സത്യപ്രതിജ്ഞ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഗ്രേസമ്മ ന്യൂസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ബബിതയും അതുപോലെ തന്നെ കൃഷ്ണമോളും കൂടെ മുറ്റടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അലീനയാണെങ്കിൽ റൂമിലിരുന്നിട്ട് ജനലിലൂടെ ഇത് നോക്കുന്നുണ്ട് കേട്ടോ. മുറ്റടിക്കുകയല്ല. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, കൃഷ്ണ പറയുന്നുണ്ടായിരുന്നു, ബബിത ചേച്ചി മാവിൻ്റെ അവിടെ നിന്ന് അടിച്ചോ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് എന്താ അവിടെ നിന്ന് അടിച്ചാലെന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള്. അപ്പോൾ ബബിത പറയും, ഞാനാണ് നിൻ്റെ മൂത്തത്, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോള് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ ഈ മൂപ്പ് തുടങ്ങിയിട്ടെന്ന് പറയുന്നുണ്ട്, അതിന് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിട്ടോ. എന്തായാലും 2 പേരും മുറ്റടിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ചിരിച്ച് നിൽക്കുകയാണ് കേട്ടോ അലീന. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ അലീന ഇങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ, എന്താ നീ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ചിരിക്കുന്നത്, നിനക്ക് എന്താ ഇവിടെ ഇരുന്ന് വട്ടായോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയും, ഞാൻ അവരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് ചിരിച്ചതാണ്, അവിടെ മുറ്റടിയൊന്നുമല്ല നടക്കുന്നത്, നാക്കിട്ടടിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ശരിയാണ്, ഒരുത്തിയുടെ നാക്ക് ഇങ്ങനെ വെട്ടുവാളാണെങ്കിൽ ഒരാളത് കൊടുവാളാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് അലീനയോട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഈ കിടക്കുന്നതിനൊരു സുഖമുണ്ട്, ഞാനതൊന്ന് ആസ്വദിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അതെനിക്ക് മനസ്സിലായി, നീയൊന്ന് എണീറ്റിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നല്ല ചായ പോലും കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ കണ്ടില്ലേ നിനക്ക് ചുക്കാപ്പി ആയതുകൊണ്ട് എനിക്കും ചുക്കാപ്പിയാണെന്ന് പറഞ്ഞാൽ അത് കാണിച്ചു കൊടുക്കൂട്ടോ. അപ്പോൾ അലീന പറയും, അത് കൃഷ്ണനോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ചായ ഇട്ട് തരുമല്ലോ എന്ന് പറയുമ്പോൾ, ബബിതയുടെ കർശനമായിട്ടുള്ള ഓർഡർ ഉണ്ട്, ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി എന്നുള്ളത്, പിന്നെ നിനക്കിത് രോഹിതിൻ്റെ അടുത്ത് നിന്നാണല്ലോ കിട്ടിയത്, അപ്പോൾ അതിൻ്റെ ഒരു പ്രിക്കോഷനായിട്ടാണ്, ചുക്കാപ്പിയാണ് ഇവിടുത്തെ മെയിൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് മാഡത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അലീന ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ ബബിതയായിട്ട് എന്തോ ഒരു കിംവദന്തി ഉണ്ടായി, അതിൽ കൂടുതലൊന്നും എനിക്കറിയത്തില്ല, ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതിൽ ഈ പത്രം കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ബാക്കിയുള്ള ന്യൂസൊക്കെ ഇതിൽ നിന്ന് വായിച്ചെടുത്തു എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കംപ്ലീറ്റ് റെസ്റ്റാണ്, ഒന്നും ചെയ്യാൻ പാടില്ല, പ്രധാനപ്പെട്ട ന്യൂസൊക്കെ വായിച്ച് കേൾപ്പിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണോ എന്ന് നോക്കിയിട്ട് അപ്പോൾ ബാലേന്ദ്രൻ എന്നിട്ട് പറയാണ്,
ബബിത എന്നോട് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുക്കള പോലും അവളിങ്ങനെ കയ്യേറി വെച്ചിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഇവിടെ അടിമത്തമാണ് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ കളിയാക്കുകയാണ്. ആ അടിമത്തം അനുഭവിക്കാൻ വേണ്ടി നീ എത്ര കൊതിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അലീന ബാലേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു രോഹിത്തിൻ്റെ കാര്യം ഒന്ന് അന്വേഷിക്കേണ്ടതെന്നൊക്കെ പറയാനാട്ടോ. കോളേജിൽ പോയിട്ട് രോഹിത്തിൻ്റെ പഠനകാര്യമൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നീ രോഹിത്തിനോട് ഈ കാര്യം സംസാരിച്ചോ എന്ന് ചോദിക്കും ബാലേന്ദ്രൻ. അപ്പോൾ സംസാരിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ ആദ്യം രോഹിത്തിനോട് സംസാരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ പറയുകയാണ് അലീന, ആദ്യം നമുക്ക് കോളേജിൽ പോയി സംസാരിക്കാം. അവനിപ്പോൾ മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഒന്ന് ധൈര്യം സംഭരിച്ച് വരികയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കോളേജിൽ ചെന്നിട്ട് അവർ ഇങ്ങനെ അവനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം കോളേജിൽ സംസാരിക്കാമെന്നാണ് കേട്ടോ പറയുന്നത്. അവിടെ പോയി കണ്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബാലേന്ദ്രനാണെങ്കിലും അച്ഛൻ ധൈര്യമായിട്ട് പോയി സംസാരിച്ചോ എന്ന് പറയുമ്പോൾ എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ല, അവനല്ലേ അവിടെ എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കേണ്ടത്, അവനല്ലേ ധൈര്യം വേണ്ടതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നെ പോയി സംസാരിക്കണേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രന് വലിയ പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ. അതും പറയുന്നുണ്ട് അലീനയോട്. എനിക്ക് ഒരു പ്രതീക്ഷയില്ല, ഇങ്ങനെ കോളേജിന് ഇങ്ങനെ മോശം പേരുണ്ടാക്കിയ ഒരു സ്റ്റുഡൻറ്റിനെ അവരെ അഡ്മിറ്റ് ചെയ്യുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സംസാരിച്ച് നോക്കാമല്ലോ എന്നാണ് അലീന പറയുന്നത്. ഇനിയിപ്പോൾ വേറൊരു എൻജിനീയറിംഗ് കോളേജിൽ കണ്ടുപിടിച്ച് ആദ്യം തൊട്ടേ തുടങ്ങുകയെന്ന് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രോഹിത് പഠിക്കുന്ന കോളേജിൽ തന്നെ പോയി ഒന്ന് അന്വേഷിച്ച് സംസാരിച്ച് നോക്കാം എന്ന് അലീന പറയുമ്പോൾ സംസാരിച്ച് ഇന്ന് തന്നെ പോണേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ അത് സമ്മതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നാൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, നിനക്ക് മരുന്ന് കഴിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കൃത്യസമയത്ത് വന്നോളൂ എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ, എന്നാൽ ഞാനങ്ങ് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും അലീനയുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നത്. അലീന കിടക്കായിരിക്കും. അപ്പോൾ എണീറ്റിരിക്കുന്ന സമയത്താണ് കേട്ടോ ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് വരുന്നത്. അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് മരുന്നുണ്ട്, ഞാൻ ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത്, ഇതൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് കുടിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പനിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് എണീറ്റ് ഓടാനാണ് തോന്നുന്നത്, പക്ഷേ മേലുവേദനയായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വല്ലതും കഴിച്ചായിരുന്നോ, മരുന്ന് അതുപോലെ തന്നെ ചുമയുടെ സിറപ്പും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ടാബ്ലറ്റും ക്യാപ്സൂളും അതുപോലെ തന്നെ സിറപ്പും ആണല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഭക്ഷണം എന്തായാലും കഴിച്ചായിരുന്നോ, കഴിച്ചിട്ട് വേണം ഇതെല്ലാം മരുന്ന് കഴിക്കാനെന്ന് പറയുമ്പോൾ ബബിതയാണെങ്കിൽ കോളേജിൽ പോകുന്നതിന് മുന്നേ ബണ്ണും റസ്ക്കൊക്കെ കൊടുത്തിട്ടാണ് പോയതെന്ന് പറയുമ്പോൾ ഇപ്പം ബബിതയാണല്ലോ അലീനയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ, നിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ബബിതയാണല്ലോ നോക്കുന്നതെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അവളത് തൃപ്തിയോടെ ഒന്നല്ല ചെയ്യുന്നത്, ഭയങ്കര ഗമയിലാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൾക്കുള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റില്ല, അതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ പറയാണ്, എനിക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി, നീ ഇവിടെ ഇല്ലെങ്കിലും ഈ വീട് റൺ ചെയ്യുന്ന എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വേണ്ടതെന്ന് അലീന പറയുന്നുണ്ടായിരുന്നേ. ഇപ്പോൾ അവരാണെങ്കിൽ ഒരു ഇങ്ങനെ ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും നീ ചെയ്യേ അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് നിന്നിരുന്ന മക്കളാണ്. ഇപ്പോൾ എല്ലാവരും എല്ലാ ജോലിയും ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനാണെങ്കിലും. അപ്പോൾ അതിൻ്റെ രഹസ്യം എന്താണെന്ന് അച്ഛനെ അറിയുമോ എന്ന് ചോദിക്കും അലീന. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ജോലിയാണ് അവർ ചെയ്യുന്നത്, ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അലീനയോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ അവരിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ എണീറ്റ് കഴിഞ്ഞാൽ അവരിതെല്ലാം നിർത്തുമെന്ന്. അപ്പോൾ അങ്ങനെ നിർത്തത്തൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു സന്തോഷവും തൃപ്തിയൊക്കെ അവർ അറിഞ്ഞിട്ടില്ലായിരുന്നു, ഇപ്പോൾ അവരത് അറിഞ്ഞു. സന്തോഷമുള്ള കാര്യം ആരെങ്കിലും വേണ്ടാന്ന് വെക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ശരിയാണ്, ഇപ്പോൾ വേലക്കാരിയായിട്ട് വന്ന നിൻ്റെ സുഖകാര്യങ്ങളും അന്വേഷിച്ച് ഡോക്ടറെയും കണ്ട് മരുന്നും വാങ്ങിച്ച് നടക്കല്ലേ ഞാൻ, എനിക്ക് എന്നാത്തിൻ്റെ കേടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും എനിക്ക് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ അലീനയാണെങ്കിലും ബാലേന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചൊരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും ചിരിയോടുകൂടി അലീനയുടെ കൈ പിടിച്ചൊരു അടിയും കൊടുത്തിട്ട് അവിടുന്ന് പോയി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ രോഹിത്തിൻ്റെ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു. ബാലേന്ദ്രൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, അത് അലീനയോട് പറയുന്നുണ്ട്. പിന്നീട് വൈജയന്തി പറയാണ്, എനിക്ക് ബാലേന്ദ്രനോടാണ് പറയുന്നത്, എനിക്കൊരു അഭയാർത്ഥിനെ പോലെ ഇവിടെ കഴിയേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് ലക്ഷ്യത്തിന് മുകളിൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഉണ്ട് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അതൊക്കെ ശരിയാണ്, പക്ഷെ നിനക്ക് ചെറിയ 3 കാര്യങ്ങൾ മാത്രമേ ഇല്ലാത്തുള്ളൂ, മനുഷ്യത്വം, സ്നേഹം, അതുപോലെ തന്നെ വിനയം, ഇത് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം നീ വേണ്ടുവോളം ഇങ്ങനെ വാരി കൂട്ടി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്